അപ്പോൾ ഇന്നാണ് ആ ദിവസം ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിനൊക്കെ പറ്റിയ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ. ഫസ്റ്റ് വൺ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ നോട്ട്ബുക്കൊക്കെ പലർക്കും പല രീതിയിലൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് A4 ഷീറ്റാണ്. ഞാൻ 4 A4 ഷീറ്റാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം A4 ഷീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള പേപ്പർ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് ഹാഫായിട്ട് മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ കട്ടിംഗ് മാറ്റ് എടുത്തു. പിന്നെ ഇതുപോലെ സ്കെയിലൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പെൻ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസിയും പിന്നെ കറക്റ്റ് ഹാഫായിട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു തിയറി. നമ്മൾ സിസറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതുവരെ അതുപോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഹാഫായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കിട്ടിയത് തന്നെ വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് അതും ഇതുപോലെ പെൻ നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ പെൻ നൈഫ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുക, നമ്മൾ പേപ്പർ കട്ടർ എടുക്കുക. അതിന് പേപ്പർ കട്ടർ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ എല്ലാ സിസർ ഉണ്ടാവുമല്ലോ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഉദ്ദേശിച്ചത് അത്രയും പേപ്പേഴ്സ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പേപ്പേഴ്സാണ് കിട്ടിയത്. എന്തായാലും ഇത് വെച്ചിട്ടാണ് നമ്മളൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ പേപ്പർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പേപ്പർ ക്ലിപ്പ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അയ്യയിലൊക്കെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ ഫെവിക്കോൾ ഇടുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മുടെ കൈയാണ് ഏറ്റവും വലിയ ടൂൾ കേട്ടോ. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വെക്കാനായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഞാനിവിടെ ഐവറി ഷീറ്റാണ് എടുത്തത്. ഇനി അതില്ലാന്നാണെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ മാസ്ക് എടുത്തിട്ടുണ്ട്. മാസ്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു കുറേ ലെയേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ടോ. അതിൽ ഞാൻ വൈറ്റ് ലെയറാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാക്ക് കവറും ഫ്രണ്ട് കവറും ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് കളറാണ് ചൂസ് ചെയ്തത്. കളർ പേപ്പറാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കളർ പേപ്പറൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യൂട്ട്നെസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കളർ വരുന്നത് പിങ്ക് ആണ് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പിങ്ക് എടുത്തത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സപ്ലൈസും ഒരു കാവായി ടച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിങ്ക് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ സൈഡിൽ സ്ക്വയർ പീസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കത് കവർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവാനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫെവിക്കോൾ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു. പക്ഷേ നമുക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് എല്ലാ സപ്ലൈസ് ഉണ്ടാക്കിയത്. എല്ലാ സപ്ലൈസ് ഉണ്ടാക്കി എഡിറ്റ് ആക്കി അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു നേരം ഈ ഒരു ഫെവിക്കോൾ കണ്ടോ. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ഫെവിക്കോളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെന്ന്. അതിപ്പോൾ ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈ ഫെവിക്കോൾ ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പോൾ ക്ലേ ഉണ്ടാക്കാനാണെങ്കിൽ ഫെവിക്കോൾ വേണം, എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഫെവിക്കോൾ വേണം, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഫെവിക്കോൾ വേണം. അങ്ങനെ മിക്ക കാര്യങ്ങൾക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഫെവിക്കോൾ. വേറെ എത്ര ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഗ്ലൂവിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നിയ കാര്യമൊന്നുമല്ല കേട്ടോ, എനിക്ക് പണ്ടോട്ടേ തോന്നിയ കാര്യമാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ, നമ്മൾ ഈ ഗ്ലൂ കയ്യിലൊക്കെ തേച്ചിട്ട് പിന്നെ സ്കിന്ന് പീൽ ചെയ്തെടുക്കുന്ന പോലെ പീൽ ചെയ്തെടുക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞു നമ്മുടെ ബുക്കിൻ്റെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത മാസ്ക് ഉണ്ടല്ലോ അതിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ അതിനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. ഇതുപോലെ സൈഡിലൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മാസ്കിൻ്റെ ആ ഒരു കുറേ ലെയറിൽ ഇതുപോലെ ഒരു നെറ്റ് പോലത്തെ ഒരു ലെയർ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞൊറിഞ്ഞ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 കൊല്ലം മുന്നാണെങ്കിൽ മാസ്ക് ഒക്കെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ആരുടെ കയ്യിലും മാസ്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ഈ കളയാനൊക്കെ എടുത്ത് വെച്ച മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യുക. അല്ലാണ്ട് പുതിയതൊന്നും ഇതിനായിട്ട് പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാസ്ക് ഒക്കെ മേടിക്കും. അങ്ങനെ എനിക്ക് കളയാൻ വെച്ച മാസ്കിൽ നിന്നാണ് ഇപ്പോൾ എടുത്തിട്ട് ഇതുപോലൊക്കെ ഞൊറിഞ്ഞ് വെക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഇത് എന്താ സംഭവം എന്നൊക്കെ ഓർക്കും. പക്ഷെ ഇത് നടച്ചു കഴിഞ്ഞാലാണ് ആ ബുക്കിൻ്റെ ഒരു വൃത്തി തന്നെ മനസ്സിലാവുന്നത്. ഇനി എല്ലാതും കൂടി ഒരുപോലെ ആവാൻ വേണ്ടി നമ്മൾ സിസർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ ഐഡിയ അല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ ഒരു ചാനലിൽ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ നടുക്ക് ഗ്ലൂ തേക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഇത്രയ്ക്ക് വൃത്തിയിൽ കറക്റ്റ് സൈസിലൊന്നും എനിക്ക് എല്ലാ പേജസും ഒരുപോലെ കിട്ടിയിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു പെൻ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാം ഒരുപോലെ എനിക്ക് കിട്ടിയത്. ഫ്രണ്ടും ബാക്കും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ടേപ്പ് തന്നെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് ആക്കിയെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് പോലെ ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കാവ്യ സ്റ്റിക്കേഴ്സ് എടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക, അതുപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ. പിന്നെ നമ്മൾ നോട്ട്ബുക്കിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രഷ് പെൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്രയോൺസ് എടുക്കുക, അതുപോലെ ഒന്ന് കളർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് പോലെ വീണ്ടും തോന്നിയുകൊണ്ട് നമ്മൾ ബ്രഷ് പെന്നൊക്കെ വെച്ചിട്ട് കുറച്ച് ഹാർട്ടും സ്റ്റാറും അങ്ങനെയൊക്കെ കുറേ വരച്ച് കൊടുത്തു. ഇപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ എന്തൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുക. എൻ്റെ ഐഡിയയിൽ ഇത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ വന്നു, ഉള്ളിൽ ചെറിയൊരു പോക്കറ്റ് പോലെ കൊടുത്താലോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഐവറി ഷീറ്റ് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. 3 സൈഡിൽ ഇതുപോലെ ഒന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട്
വെച്ചിട്ട് ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാവ്യ സ്റ്റിക്കറും കൂടി നടുക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ആ ഒരു മാസ്കിൻ്റെ സംഭവം വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നോട്ട്ബുക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ നെയിം സ്ലിപ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഷോർട്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് പേർക്ക് കണ്ടു കാണായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു 4 വേറെ ഒരു രീതിയിലുണ്ടാകുന്ന നെയിം സ്ലിപ്സ് ആണ്. പേപ്പേഴ്സിലൊക്കെ ബോർഡറൊക്കെ കൊടുക്കാൻ പറ്റുന്ന സിസേഴ്സ് ഉണ്ട്. ഈ ഒരു സിസറിൻ്റെ ഒക്കെ റിവ്യൂ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏതോ ഒരു തുടക്കത്തിലുള്ള വീഡിയോയിലൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സിസറാണ് കേട്ടോ. അത് അന്ന് റിവ്യൂ ചെയ്തിട്ട് ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ബോർഡർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്ത സെയിം തന്നെയാണ്, സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ട് വെറുതെ നെയിമും റോൾ നമ്പറൊക്കെ എഴുതി കൊടുത്തു. രണ്ടാമത്തെ പേപ്പറിൽ ഇതുപോലെ ഒന്ന് റെക്ടാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കളർ പെൻസിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഇതുപോലെ റൗണ്ടൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തു. വീണ്ടും നെയിമും റോൾ നമ്പറൊക്കെ എഴുതി കൊടുത്തു. പിന്നെ മൂന്നാമത്തെ പേപ്പറിൽ ആദ്യം ഒരു ക്ലൗഡ് വരച്ചു കൊടുത്തു. പിന്നെ ബ്ലഷും കണ്ണൊക്കെ വരച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഫുൾ നമ്മൾ ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു വേവിനനുസരിച്ച് ഇതുപോലെ ഒരു ഡോട്ട് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും നെയിമും ക്ലാസ്സും സബ്ജക്റ്റും സ്കൂളൊക്കെ എഴുതി കൊടുത്തു. നാലാമത്തെ നെയിം സ്ലിപ്പ് കുറച്ചുകൂടി വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതെല്ലാം കൂടി കളർ ചെയ്ത് കൊടുത്തു. ഈ 4 നെയിം സ്ലിപ്പിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നത്, എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ചേച്ചി എനിക്ക് അത് തരുമോ ഇത് തരുമോ. കുറേ പേരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി അത് തരുമോ ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എനിക്കിതൊന്നും വെറുതെ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ടോപ്പ് കമൻറ്ററിനായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഗീവ് അവേക്ക് ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക. ഇനി അതും ഇല്ലെന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനൊരു ടാസ്ക് ചെയ്യിപ്പിക്കും. ആ ടാസ്കിൽ നിന്ന് നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ടാസ്കും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഇറേസറാണ്. ഇനിയിപ്പോൾ ഇറേസർ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നല്ല, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കവറൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഐവറി ഷീറ്റും പിന്നെ ഒരു കളർ പേപ്പറാണ് എടുത്തത്. ഈ ഒരു പേപ്പർ എത്ര ലെങ്ത് ഒക്കെ വേണമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇറേസർ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ലെങ്ത് നിങ്ങൾക്ക് തന്നെ വേണം തോന്നുന്നോ അത്രയും നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഐവറി ഷീറ്റ് ഈ ഒരു കളർ പേപ്പറിലേക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറൊക്കെ എടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു യെല്ലോ എടുത്തേക്കണത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇറേസറിൻ്റെ കവർ റെഡി ആയിട്ടുണ്ട്. ഏതൊരു വൃത്തിയോട് മാറണമെങ്കിൽ അവിടെ ഒരു കാവ്യ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് അങ്ങനെ മാറിപ്പോവും. പിന്നെ അതിൻ്റെ താഴെ ഞാൻ ഒരു കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇറേസറിൻ്റെ മേക്ക് ഓവർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഐഡിയയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഷാർപ്പനറാണ് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഫ്ലോപ്പായി പോയൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒരു ചെറിയൊരു ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സെലോ ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ റൗണ്ടിൽ ഒപ്പിച്ചെടുത്താണ്. ഇതിന് പകരം നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിലിൻ്റെ നടുക്കത്തെ ഭാഗം ഡയറക്റ്റ് കട്ട് ചെയ്താലും മതി. പിന്നെ ഒരു എൻഡ് കവർ ചെയ്യാനാണ് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നത്. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിന്നായതുകൊണ്ടാണ് എനിക്കിത് പിടിച്ചിട്ട് കിട്ടാത്തത്. നിങ്ങളെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയിൽ അവിടെ ഇരുന്നോളും കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫ്ലോപ്പായി പോയത്. ആ ഒരു മെറ്റൽ ഷീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു റൗണ്ടിൽ കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഷാർപ്പനർ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു എൻഡ് ഒന്ന് വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഐവറി ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് ചെയ്തു കൊടുത്തു. അത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടോ. ഒട്ടിച്ചു കൊടുത്തത് തന്നെ സെലോ ടേപ്പ് ഒക്കെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം വർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ വേസ്റ്റ് എങ്ങനെ കളയുന്നതാണ് എനിക്കറിയാത്തത്. അപ്പോൾ അതാണ് അവിടെ ഫ്ലോപ്പായി പോയത്. പിന്നെ അഞ്ചാമത്തെ നമ്മൾ സ്കെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. ഞാനവിടെ ഐവറി ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് എത്ര ലെങ്ത് നിങ്ങൾക്ക് വേണോ അത്ര അനുസരിച്ച് എടുക്കുക. എന്നിട്ടൊരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ എൻ്റെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് നമ്മൾ സ്കെയിലിൻ്റെ മാർക്കിംഗ് അനുസരിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. കുറച്ച് കാവ്യ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്കെയിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ എൻഡിലേക്ക് എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ പേപ്പർ ഹോൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മാസ്കിൻ്റെ വള്ളിയാണ്, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഉള്ളിൽ നല്ല കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കെയിലായിട്ട് ഉപയോഗിക്കാനും ഭയങ്കര ഈസിയാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ തന്നെ പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പേപ്പർ ക്ലിപ്സ് ആണ് കേട്ടോ. അപ്പോൾ പേപ്പർ ക്ലിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കെയിൽ ഉണ്ടാക്കിയ പോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്റ്റിക്കറുകൾ ഇതുപോലെ എടുത്ത് വെക്കാം. അതിനോട് സ്റ്റിക്കേഴ്സ് എല്ലാം കൂടിയിട്ട് ഐവറി ഷീറ്റിലേക്കാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി അതില്ലാന്നാണെങ്കിൽ A4 ഷീറ്റിലാണെങ്കിലും മതി. ഇനി നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ചിങ്ങനെ സ്പേസ് ഒക്കെ വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ലൈനൊക്കെ കാണുന്ന രീതിയിലൊന്ന് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ഒരു സ്റ്റിക്കറിൻ്റെ രൂപത്തിലായിട്ട് കിട്ടും. ഞാനിവിടെ 5 ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമ്മുടെ വുഡൻ പേപ്പർ ക്ലിപ്പ് എടുക്കുക.
എന്നിട്ട് അതിലേക്ക് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഓരോ സ്റ്റിക്കർ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ സ്റ്റിക്കർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക, കളർ ചെയ്യുക, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കാവായി പേപ്പർ ക്ലിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അടുത്ത ടോപ്പ് കമൻറ്റർ ആരാണോ അവർക്ക് നമ്മൾ ഈ ഒരു 5 പേപ്പർ ക്ലിപ്സ് എക്സ്ട്രാ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. അപ്പോൾ ഇതുണ്ടാക്കാനൊക്കെ മിക്കവർക്കും പറയായിരിക്കും. ഞാനിത് കണ്ട ഫസ്റ്റ് ടൈമിൽ പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗായി ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോഴേക്കും കുറേ ചാനലൊക്കെ ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞെങ്കിലും കുറേ പേർക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ പകുതി നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് ബാക്കി ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, പിന്നെ കുറച്ചും കൂടി മേക്ക് ഓവർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഷി ടേപ്സ് ആണ് എടുക്കുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കർവായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ വാഷി ടേപ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വയലറ്റ് ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു, പിന്നെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് 2ആയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ ഒന്ന് തിന്നായിട്ട് കൊടുക്കാനാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് കാവായി സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്ലിയർ പൗച്ച് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ DIY ചെയ്തിട്ടുള്ള ഒരു പെൻസിലാണ്. ഷോർട്സിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഇറേസറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഡബിൾ ടേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു കട്ടിയിൽ ഡബിൾ ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തുറക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. മറ്റേ ഡബിൾ ടേപ്പ് യൂസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ 7 സപ്ലൈസ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ 7 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ 7 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.